നമുക്ക് CSSD ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. അതിൽ പലരും സ്റ്റെറിലൈസേഷൻ നടന്ന് പാക്ക് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ അതിൽ കൃത്യമായി മെഷീൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, ബാച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാക്കേജിംഗ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. കാരണം നമുക്ക് ചില സമയങ്ങളിൽ ഇത്തരത്തിൽ സപ്ലൈ ചെയ്ത CSSD സപ്ലൈ ചെയിനിൽ നിന്ന് ചില എക്യുപ്മെൻറ്റ്സ് റീകോൾ ചെയ്യേണ്ടി വരും. സംടൈംസ് നമുക്ക് ഒരു പർട്ടിക്കുലർ എക്യുപ്മെൻ്റ് ബ്രേക്ക് ഡൗൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പോയ സ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ്സിൻ്റെ കംപ്ലീറ്റ് ഐറ്റംസ് നമുക്ക് റീകോൾ ചെയ്യേണ്ടി വരും. അതിനൊരു സിസ്റ്റം നമുക്കുണ്ടാവണം. ആ സിസ്റ്റം കൃത്യമായി ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. ഈ ഡോക്യുമെൻറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാകുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. സോ ദ എസ്റ്റാബ്ലിഷ്ഡ് റീകോൾ പ്രൊസീജിയർ ഈസ് ഇംപ്ലിമെൻറ്റഡ് when a breakdown in the sterilization system is identified. നമ്മുടെ സ്റ്റെറിലൈസേഷൻ സിസ്റ്റത്തിലെ ബ്രേക്ക് ഡൗൺ ഐഡൻറ്റിഫൈ ചെയ്താൽ റീകോൾ ചെയ്യുന്നതിന് കൃത്യമായി നമുക്കൊരു സിസ്റ്റം ഉണ്ടാകണം. അതാണ് IPC 7E. അപ്പോൾ ഈ ഒരു സ്റ്റെറിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെ ഡീറ്റെയിൽഡായിട്ട് കണ്ടത് ഈ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. നമുക്ക് 8ാമത്തതും അവസാനത്തതുമായ സ്റ്റാൻഡേർഡിലേക്ക് കടക്കാം. ദ ഓർഗനൈസേഷൻ ടേക്സ് ആക്ഷൻ ടു പ്രിവെൻറ്റ് ഓർ റെഡ്യൂസ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ഇൻ ഇറ്റ്സ് സ്റ്റാഫ് എന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്. അത് 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ ഇപ്പം കണ്ടതുപോലെ തന്നെയാണ് അവിടെയും. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഡിസ്കഷൻസ്. നമുക്ക് അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് കടക്കാം.